എൻ്റെ പേര് അമൽ. വയസ്സ് 22. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ടാലിയൊക്കെ പഠിച്ചു. ഇപ്പോൾ പാർട്ട് ടൈം ആയിക്ക് ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. അമ്മ ഹൗസ് വൈഫാണ്. അനിയൻ 10ൽ പഠിക്കുന്നു. അങ്ങനെ രാവിലെ ജോലിയും വൈകിട്ട് കറക്കമൊക്കെയായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് വരുന്നത്. പുള്ളി ഭോപ്പാലിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെയായി നല്ല സെറ്റ് ലൈഫാണ്. ഞാൻ ചെറുപ്പത്തിൽ പുള്ളിയെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കണ്ടിട്ട് ആളെ മനസ്സിലാവുന്നേയില്ല. വണ്ണമൊക്കെ വെച്ച് ആകെ ഒരു വയസ്സൻ ലുക്ക്. പുള്ളി വീട്ടിൽ വന്നു. അച്ഛനും എല്ലാവരുമായി സംസാരിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി. ഞാൻ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി എനിക്കൊരു ഓഫർ തന്നു. പുള്ളിയുടെ കമ്പനിയിൽ അക്കൗണ്ട്സിൽ ഒരു വേക്കൻസി ഉണ്ട്. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ റെഡിയാക്കി തരാമെന്നും പറഞ്ഞു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വാ, നിനക്കൊരു എക്സ്പീരിയൻസ് ആകും. വീട്ടിൽ അച്ഛൻ ഓക്കെ പറഞ്ഞു. പിന്നെ അമ്മയും നിനക്ക് ഭാഷയും പഠിക്കാം, പിന്നെ അത്യാവശ്യം സാലറിയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഓക്കെ പറഞ്ഞു. പുള്ളിയുടെ പേര് പറയാൻ വിട്ടുപോയി, ജോസഫ്. അങ്ങനെ എൻ്റെ പാർട്ട് ടൈം ജോബൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ ബയോഡേറ്റയൊക്കെ ഞാൻ അയച്ചു ജോസഫ് അങ്കിളിന് കൊടുത്തു. അങ്കിൾ തിരിച്ചുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കോള് വന്നു. ഹലോ, അമലല്ലേ? അതെ, ഞാൻ ബീന, ജോസങ്ങളുടെ വൈഫാണ്. ആ ആൻറ്റി പറഞ്ഞോളൂ. അമലിന് എന്ന് വരാൻ പറ്റും? കാരണം ജോസഫ് പറഞ്ഞു ഉടനെ വരുമെന്ന്. അപ്പോൾ താമസമൊക്കെ ശരിയാക്കാനാണ്. ആ അത് ആൻറ്റി, ഞാൻ തിരിച്ചു വിളിക്കാം. ട്രെയിനൊക്കെ ബുക്ക് ചെയ്യണ്ടേ? ടൈമൊക്കെ നോക്കി. ആ ശരി മോനെ, നാളെ വൈകിട്ട് മുമ്പ് പറയണം. കാരണം ഇപ്പോഴുള്ള സ്റ്റാഫ് 4 മാസത്തിന് ലീവിന് പോവുകയാണ്. അതുകൊണ്ട് എത്രയും നേരത്തെ വരാമോ അത്രയും നേരത്തെ വരണം. ആ ശരി ആൻറ്റി, ഞാൻ നാളെ പറയാം. എന്നാൽ ശരി മോനെ, എല്ലാവരെയും തിരക്കിയെന്ന് പറഞ്ഞേക്ക്. ഞാൻ മോന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞാൽ മതി. ആ ഓക്കെ ആൻറ്റി. ആൻറ്റി ഫോൺ കട്ട് ചെയ്തു. അച്ഛനോട് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എല്ലാം റെഡിയാക്കി വൈകിട്ട് വന്നു. ചൊവ്വാഴ്ച വൈകിട്ട് എറണാകുളത്ത് നിന്നാണ് ട്രെയിൻ. വ്യാഴാഴ്ച വൈകിട്ട് ഭോപ്പാലിലെത്തും. ഞാൻ ആൻറ്റിക്ക് ബുക്കിംഗ് ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം സെറ്റായി. എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ തലേന്ന് തന്നെ എടുത്തു വെച്ചു. അങ്ങനെ ഞങ്ങൾ ചൊവ്വാഴ്ച റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ട്രെയിൻ വന്നു. ആകെ ശോകം, ടെൻഷൻ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോകുന്നത്. അതിൻ്റെ ടെൻഷനുണ്ട്. അമ്മയ്ക്ക് ആകെ സങ്കടം. അച്ഛന് പിന്നെ നോ പ്രോബ്ലം. അങ്ങനെ ട്രെയിനിൽ കയറി. ഫസ്റ്റ് ക്ലാസ് AC ആണ്. അതുകൊണ്ട് വലിയ ബഹളമൊന്നുമില്ല. പിന്നെ സീസൺ അല്ലാത്തതുകൊണ്ട് വലിയ കോലാഹലങ്ങൾ കമ്പാർട്ട്മെൻറ്റിലില്ല. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും എടുത്തു. ടെൻഷനൊക്കെ മാറി വന്നു. കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. അപ്പോഴാണ് ആൻറ്റിയുടെ മെസ്സേജ്. ഹായ് അമൽ, എവിടെയായി? ട്രെയിനിലാണോ? ആ അതെ ആൻറ്റി. ഞാൻ മെസ്സേജ് തിരിച്ചയച്ചു. ഓക്കെ, എല്ലാം സേഫ് അല്ലേ? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കാണും, ഒന്നും പേടിക്കാനില്ല. ആ ശരി ആൻറ്റി. ഇപ്പോൾ അമലിൻ്റെ ഫാദർ വിളിച്ചിരുന്നു. ടെൻഷനുണ്ട് അവന് എന്നൊക്കെ പറഞ്ഞു. ഒന്നും പേടിക്കാനില്ല, ഞങ്ങളവിടെ കാണും. ഏയ് അതല്ല ആൻറ്റി, ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷനല്ലാതെ നോ പ്രോബ്ലം. എന്നാൽ ശരി മോനെ, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ് ആൻറ്റി. ഗുഡ് നൈറ്റ്. ഞാൻ അപ്പോഴാണ് ആൻറ്റിയുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്നത്. കൊള്ളാം, അല്പം മോഡേൺ ലുക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ സിനിമ നടി ഗീതയുടെ ഒരു ലുക്കും കളറുമുണ്ട്. കൊള്ളാം, പക്ഷേ വണ്ണമുള്ളതുപോലെ. ആ പിന്നെ കാണാനല്ലേ നമുക്ക് പറ്റുമെന്ന് വിചാരിച്ച് കുറച്ച് സമയം അത് നോക്കിക്കൊണ്ടിരുന്നു. ഫേസ്ബുക്കിൽ പേരുണ്ടോ എന്ന് നോക്കി, പക്ഷേ അതിൽ കണ്ടില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെ ഞാൻ ഭോപ്പാലിലെത്തി. ഇതിനിടയിൽ അച്ഛനും അമ്മയും ആൻറ്റിയും ഒക്കെ എന്നെ മാറി മാറി വിളിച്ച് സംസാരിച്ചു. ഞാൻ ട്രെയിൻ ഇറങ്ങിയ പുറകെ അങ്കിളെ വിളിച്ചു. ഹലോ അമൽ, എവിടെയാ? അങ്കിൾ, ഞാൻ ട്രെയിൻ ഇറങ്ങി. ആ ഓക്കെ, നേരെ മുമ്പിലെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് വാ, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഓക്കെ അങ്കിൾ. ഞാൻ നടന്ന് കൗണ്ടറിൻ്റെ മുന്നിലെത്തി. അങ്കിൾ അവിടേക്ക് വന്നു. ഹലോ അമൽ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ആ കൊള്ളായിരുന്നു അങ്കിൾ. ഹായ് അമൽ,
എന്നെ അറിയുമോ? ആ ആൻറ്റി, എനിക്ക് മുഖം ഓർമ്മയില്ലായിരുന്നു. പിന്നെ പ്രൊഫൈൽ പിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നതാ. ആണോ? ചെറുപ്പത്തിൽ കണ്ടതാ. ഇപ്പോൾ അങ്ങ് വളർന്നു പോയി. കുറ്റി താടിയൊക്കെ വെച്ച് സുന്ദരനായല്ലോ. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. നടക്കുന്ന വഴി ഞാൻ ആൻറ്റിയെ ശ്രദ്ധിച്ചു. കള്ള വിചാരിച്ച പോലെയല്ല, പക്ഷെ അങ്കിളിനെ കണ്ടാൽ ആൻറ്റിയുടെ അച്ഛനാണെന്നേ പറയൂ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ആൻറ്റിയാണ് വണ്ടി ഓടിക്കുന്നത്. പോകും വഴി ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. നേരെ അവർ താമസിക്കുന്ന ഫ്ലാറ്റിലെത്തി. റോഡിലൊന്നും അധികം തിരക്കില്ലാത്ത ഒരു പ്രദേശം പോലെ എനിക്ക് തോന്നി. ഇനി രാത്രി ആയതുകൊണ്ട് തോന്നുന്നതാണോന്ന് അറിയില്ല. എൻ്റെ നോട്ടം കണ്ടിട്ട് അങ്കിൾ എന്നോട് ചോദിച്ചു, പേടിക്കണ്ട, അധികം തിരക്കില്ലാത്ത ഏരിയയാണ്. ഞങ്ങൾ ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. 8 ഫ്ലോറുള്ള ഒരു ഫ്ലാറ്റ്. ഞങ്ങൾ ലിഫ്റ്റിൽ കയറി 6ാം ഫ്ലോറിൽ ഇറങ്ങി. 4ാം ഫ്ലാറ്റാണ് എൻ്റെ റൂം. അവിടെ ആരുമില്ല. ഇത് സ്റ്റാഫിന് താമസിക്കാനെടുത്താണ്. പക്ഷേ അവർക്ക് യാത്ര ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ആരുമില്ല, അങ്കിൾ പറഞ്ഞു. ഞങ്ങൾ 5ാം ഫ്ലോറിൽ 4ാം ഫ്ലാറ്റിലാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അകത്ത് കയറി എല്ലാം കാണിച്ചു തന്നിട്ട് അങ്കിൾ പോയി. ഫ്ലാറ്റിൽ 2 റൂം. ഒന്നിൽ ഞാൻ. എല്ലാ സൗകര്യങ്ങളുള്ള നല്ല ഫ്ലാറ്റ്. വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിരുന്നപ്പോൾ ആൻറ്റി വിളിച്ചു. ഹലോ അമൽ, ഫ്രഷായോ? ആ ആയി. അതെ മോനെ, രാവിലെ ഞാൻ വിളിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് പോകാം ഓഫീസിൽ. അതോ മോൻ തിങ്കളാഴ്ച മുതലേ വരുന്നുള്ളൂ? ഇല്ല ആൻറ്റി, നമുക്ക് നാളെ പോകാം. ആ എന്നാൽ ശരി, നാളെ കാണാം. ഞാൻ ഫോണിൽ കുത്തി എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ ആൻറ്റി വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഗുഡ് മോർണിംഗ്, എഴുന്നേറ്റോ? ആ ഗുഡ് മോർണിംഗ് ആൻറ്റി. വാ ഇങ്ങോട്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ ഇപ്പോൾ വരാം ആൻറ്റി. ഞാൻ ഓടിപ്പോയി ഫ്രഷായി താഴേക്ക് പോയി. ഞാൻ ബെല്ലടിച്ചു. ആൻറ്റി വന്ന് ഡോർ തുറന്നു. ഞാൻ ആൻറ്റി ഒന്ന് നോക്കി നിന്നു. അങ്കിൾ പോകാൻ റെഡിയാകായിരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് മോനെ, വൈകിട്ട് കാണാം. മോൻ കഴിക്കട്ടോ? അങ്കിൾ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. മോനും ആൻറ്റിയും കൂടി കഴിക്ക്. അതും പറഞ്ഞ് അങ്കിൾ ഇറങ്ങി. ആൻറ്റി അങ്കിളിനെ വാതിലിന് വരെ വിട്ടിട്ട് വന്നു. ഇഡ്ഡലിയും ചമ്മന്തിയുമാണ് കഴിക്കാൻ. ആൻറ്റി എൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കി. അവിടുത്തെയും വിശേഷങ്ങൾ ആൻറ്റി എന്നോട് പറഞ്ഞു. അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും മകൾ ഡൽഹിയിൽ പഠിക്കുകയാണ്. അത് കാരണം അങ്കിൾ പോയാൽ സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെയാണ് ആൻറ്റി ഇപ്പോൾ ഓഫീസിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കഴിച്ചെഴുന്നേറ്റു. കുറച്ച് സമയം കൂടി ഞങ്ങൾ അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിയെ ഞാൻ നോക്കും. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഗീതയുടെ ഒരു ലുക്കുണ്ട്. പക്ഷേ അത്രയും പൊക്കമില്ല. എല്ലാം അത്യാവശ്യമുണ്ട്. അതെങ്ങനെയാ അങ്കിൾ പൊളിക്കല്ലേ, പിന്നെ കാണാതിരിക്കുമോ? ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്താ മോനെ നീ ആലോചിക്കുന്നേ? ആൻറ്റി ചോദിച്ചു. ഏയ് ഒന്നുമില്ല. പേടിക്കാനൊന്നുമില്ല മോനെ. ഓഫീസിൽ ഞാനില്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? ആ ശരി ആൻറ്റി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അല്ല, പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കണോ? ഏയ് വേണ്ട മോനെ, ഡ്രസ് ചെയ്ത് വന്നാൽ മതി. നമുക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം. ഞാൻ പോയി റെഡിയായി. 1 മണിയായപ്പോൾ ആൻറ്റിയുടെ അടുത്തെത്തി. ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് ഓഫീസിൽ പോകാനിറങ്ങി. ആൻറ്റി ഒരു ടോപ്പും പാൻറ്റും. കൊള്ളാം, നല്ല സുന്ദരിയായിട്ടുണ്ട്. ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ബേസ്മെൻറ്റിലെത്തി. ആൻറ്റിയുടെ കാറ് മാരുതി സ്വിഫ്റ്റാണ്. നേരെ ഞങ്ങൾ ഓഫീസിലെത്തി. അധികം ആൾക്കാരില്ലാത്ത സ്ഥലം. ഞങ്ങൾ ഓഫീസിൽ കയറി. എല്ലാവരും എന്നെയും നോക്കി. ആൻറ്റിക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. അങ്കിളിന് മാത്രം ഒരു റൂം. ബാക്കി എല്ലാവരും ക്യാബിനിൽ. ഒരു വലിയ ടേബിളിൽ അതിൽ 2 സീറ്റ് അങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻറ്റിയുടെ കൂടെയുള്ള ലേഡി സ്റ്റാഫാണ്. 4 മാസം ലീവ്. അതുകൊണ്ട് ഞാൻ ആൻറ്റിയുടെ കൂടെ ഇരുന്നു. ആൻറ്റി എല്ലാവരും വിളിച്ച് എന്നെ പരിചയപ്പെടുത്തി. ഹീ ലുക്സ് സോ യങ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ ചമ്മിയിരുന്നു. ആകെ സ്റ്റാഫ് 6 പേരുണ്ട്. ഞാനും ആൻറ്റിയും കൂടാതെ 4 പേര്. അതിൽ ഒരാൾ സെക്യൂരിറ്റിയാണ്. ബാങ്കിലെ ക്യാബിൻ പോലെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. തല മാത്രം എല്ലാവർക്കും കാണാം. ഞങ്ങളുടെ നേരെ അങ്കിളുടെ റൂമാണ്.
ബാക്കിയുള്ളവർക്ക് ഞങ്ങളെ കാണാൻ കഴിയില്ല, പക്ഷേ ഞങ്ങൾക്ക് കാണാം. അങ്കിൾ അങ്ങനെ സെറ്റ് ചെയ്തതാണെന്ന് ആൻറ്റി പറഞ്ഞു. എനിക്ക് ആൻറ്റി വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു, ബിൽ പേയ്മെൻറ്റും ചെക്കിങ്ങും എല്ലാം. അങ്ങനെ ആൻറ്റി ഓരോന്ന് പറഞ്ഞു. പറയുന്ന കേട്ടിട്ട് നാട്ടിൽ ചെയ്യുന്ന പണിയുടെ അത്രയുമില്ലെന്ന് എനിക്ക് തോന്നി. ഓഫീസ് ടൈമിംഗ് രാവിലെ 9 to 5 ആണ്. ആൻറ്റി ചിലപ്പോൾ അങ്കിൾ വന്നിട്ട് പോകും, ഇല്ലെങ്കിൽ നേരത്തെ പോകും. അങ്ങനെ 5 മണിയായി. ഞങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് വന്നു. കുളിച്ച് ഫ്രഷായി ഞാൻ താഴെ ചെന്നപ്പോൾ അങ്കിൾ വെള്ളമടിക്കാൻ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. മോനെ കഴിക്കുമോ എന്നൊക്കെ അങ്കിൾ എന്നോട് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഷോ, മോശം, ഒരു കമ്പനിയില്ലല്ലോ, അങ്കിൾ പറഞ്ഞു. അതിന് ആൻറ്റി അങ്കിളിനെ വഴക്കു പറഞ്ഞു. ഇങ്ങനെയാണോ ചോദിക്കുന്നേ? നിങ്ങളോ ഇങ്ങനെയായി, ആ കൊച്ചിനെയും കൂടി ഇനി കുടിപ്പിക്കാനട്ടാ എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ ഇങ്ങനെയാ മോനെ, രാത്രിയായ പിന്നെ ബോധമില്ല. എന്തായാലും ഞാൻ കഴിച്ച ഉടനെ എൻ്റെ റൂമിലേക്ക് പോന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ പണിയൊക്കെ പഠിച്ചു. ഡൗട്ടുള്ളതൊക്കെ ഞാൻ ആൻറ്റിയോട് ചോദിച്ച് ക്ലിയർ ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് പോയും വന്നുകൊണ്ടേയിരുന്നു. അവിടെ നിന്നും ഫുഡ് അങ്ങനെ തന്നെ. ഇതിനിടയിൽ എനിക്ക് മനസ്സിലായി അങ്കിൾ വേണ്ട പോലെ ആൻറ്റിയുമായി കൂടുന്നില്ലെന്ന്. കാരണം മിക്കപ്പോഴും അങ്കിൾ ഫിറ്റാണ് രാത്രിയിൽ. ആ കണ്ടീഷനിൽ അങ്കിളിന് പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആൻറ്റി ഓർത്ത് ഞാൻ രാത്രി പരിപാടി തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ. സൺഡേ മാത്രമാണ് റെസ്റ്റ്. അന്ന് നടക്കാൻ പോകും. നാട്ടിലായിരുന്നപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ അതുമില്ല. അതുകൊണ്ട് തന്നെ സൺഡേ ചുമ്മാ നടക്കാൻ പോകാൻ തുടങ്ങി. ഇടയ്ക്ക് ആൻറ്റിയും വരും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന ടൈമിൽ ഒരു സിനിമ പോസ്റ്റർ കണ്ടു. നല്ല സുന്ദരി നടി അല്ലേ? ആ അതെ ആൻറ്റി. ഇവിടെ മലയാളം പടമൊന്നും വരില്ലേ? ആ വരും. അതിന് ആര് പോകുന്നു? അങ്കിളിന് അതിന് താല്പര്യമില്ലടാ. ഷോ, എനിക്കാണെങ്കിൽ ഇറങ്ങുമ്പോൾ പോയില്ലെങ്കിൽ എന്തോ പോലെയാ. ആണോ? പറഞ്ഞിട്ട് കാര്യമില്ലടാ. അതുമല്ല 10-15 കിലോമീറ്റർ പോകണം. അതുമല്ല നല്ല തിയേറ്ററും ഇല്ല. ഓ, അപ്പോൾ പിന്നെ കാണാതിരിക്കുന്നത് നല്ലത്. ഞാനത് പറഞ്ഞപ്പോൾ ആൻറ്റി ചിരിച്ചു. ആൻറ്റിയുടെ ചിരി കണ്ട് ഞാൻ പറഞ്ഞു, അതെ, ആൻറ്റിയെ കാണാൻ സിനിമ നടി ഗീതയെ പോലെയാ. അത്രയും പൊക്കമില്ല, പക്ഷേ അതേ ഭംഗിയാ. ഏ, ഗീതയോ? അതേതാ നടി? അത് അങ്ങനെ ചോദിച്ചാൽ ഞാൻ റൂമിലെത്തിയിട്ട് ഫോട്ടോ അയച്ചു തരാം. വല്ല പഴയ നടിമാരും ആവും. കളിയാക്കാതെ നീ ഒന്ന് പോയടാ. അല്ല ആൻറ്റി, സത്യം. ശരി ശരി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. എന്നത്തെയും പോലെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ റൂമിലെത്തി. നാളെ സൺഡേ ആയതുകൊണ്ട് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് വിശദമായി ഒന്ന് കാണാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു ആൻറ്റിയുടെ മെസ്സേജ്. ഹലോ ഡാ, നീ ഉറങ്ങിയോ? ഇല്ല, ഞാൻ യൂട്യൂബ് കാണുമായിരുന്നു. നാളെ എന്താടാ പരിപാടി? ഒന്നുമില്ല, ഉറക്കം പിന്നെ നടത്തം. അങ്കിൾ വന്നില്ലേ? ഞാൻ ചോദിച്ചു. ആ വന്നു, സോഫയിൽ കിടന്നുറങ്ങി. ഓ, എന്നും ഫിറ്റാണോ? പിന്നെ അല്ലാതെ. അല്ല, നീ ഫോട്ടോ അയച്ച് തന്നില്ലല്ലോ വൈകിട്ട് പറഞ്ഞത്. ആ, ഗീതയുടെ ആണോ? ആ അതേടാ. ആ നിൽക്ക്, ഞാൻ ഇപ്പോൾ അഴക്കാം. ഓക്കെ. ഞാൻ ഗീതയുടെ ഒരു നല്ല ഫോട്ടോ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അത് ആൻറ്റിക്ക് അയച്ചു കൊടുത്തു. ഓ, ഇതാണോ? ഇത്രയൊക്കെ ഉണ്ടോ ഞാൻ? ആ ഉണ്ട്, ഒരു 70% മാച്ചാണ്. ആണോ? ആരാ അപ്പോൾ നല്ലത്? അത് ആൻറ്റി. അയ്യടാ, എന്നെ കളിയാക്കല്ലേ മോനെ. അല്ല ആൻറ്റി, ആൻറ്റിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 42. ഏ, ശരിക്കും? കണ്ടാൽ ഒരു 35 പറയൂ. അതേടാ, 42 ഉണ്ട്. അപ്പോൾ അങ്കിളിനോ? അങ്കിളിന് 51. ഓ ഓക്കെ. പിന്നെ പിന്നെ എന്താ ഉറക്കം? ചുമ്മാ ഉറക്കം വരാത്ത കൊണ്ട് മെസ്സേജ് അയച്ചതാ. ആ അതിനെന്താ, ഞാനും ബോറടിച്ചിരിക്കുകയായിരുന്നു. അല്ല, ആൻറ്റിക്ക് എത്ര വെയിറ്റ് ഉണ്ട്? എനിക്ക് 64. ആ ഓക്കെ. എന്താടാ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ. ശരി. പിന്നെ എന്താ ആൻറ്റി? പിന്നെന്താ,
നീ നിൽക്ക്, ഒരാൾ ഉറങ്ങിയോ നോക്കട്ടെ. ആ നോക്ക്. നല്ല ഉറക്ക, കൂർക്കം വലിക്കുന്നുണ്ട്. ആണോ? ആൻറ്റി റൂമിലല്ലേ, പിന്നെ എന്താ? അല്ല, ഞാൻ നോക്കിയതാ ഉറങ്ങിയോന്ന്. പിന്നെന്താ ആൻറ്റി? പിന്നെന്താടാ, ഇങ്ങനെ കിടക്കുന്നു, ഉറക്കം വരുമ്പോൾ ഉറങ്ങും. ആണോ? ആൻറ്റി, നമുക്ക് വാട്സപ്പ് കോൾ ചെയ്താലോ? രണ്ടും കൽപ്പിച്ച് ഞാൻ ചോദിച്ചു. ഇവിടെ വെട്ടമില്ലടാ. അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.